ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലു ഡ്രാമ ലവർ. നമ്മൾ ഇന്ന് ഒരു പുതിയ ഡ്രാമയാണ് കാണാൻ പോകുന്നത്. ഈ ഡ്രാമയുടെ വൺ ലൈനർ എന്താന്ന് ചോദിച്ചാൽ, ഒരു സൂപ്പർ സ്റ്റാറിന്റെ അടുത്ത് ആക്സിഡന്റലി മാനേജർ ആയിട്ട് വർക്ക് ചെയ്യാൻ പോകുന്ന നമ്മുടെ ഹീറോയിൻ. അവള് എന്തൊക്കെ കഷ്ടപ്പാടിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നത്, പിന്നെ എങ്ങനെ അവര് രണ്ടുപേരും കൂടി പ്രണയിക്കുന്നു എന്നൊക്കെയുള്ള കഥയാണിത്. അപ്പോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം, അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണോടെ എനേബിൾ ചെയ്ത് വെക്കാം. ഇപ്പോ നമുക്ക് കഥയിലേക്ക് പോകാം. ഓപ്പണിംഗ് സീനിൽ തന്നെ നമ്മുടെ ഹീറോയിനെയാണ് കാണിക്കുന്നത്. ഇവളിപ്പോ ഒരു സ്കൂളിലെ ടെമ്പററി ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. നമ്മുടെ ഹീറോയിന്റെ പേര് സാജിമ എന്നാണ്. ഇപ്പോ കുട്ടികളോട് ആർട്ട് ക്ലാസ്സിന് വേണ്ടി മിൽക്ക് കൊണ്ടുവന്നു എന്ന് ചോദിച്ചതും, അപ്പോ കൊണ്ടുവന്ന കുട്ടികളെല്ലാവരും കൊണ്ടുവന്ന ടീച്ചർ കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് പൊക്കി കാണിച്ചുകൊണ്ടിരിക്കുവാണ്. അതില് ഒരു കുട്ടി മാത്രം കൊണ്ടുവന്നിട്ടില്ല. എന്തു പറ്റി നിനക്കെന്ന് ചോദിക്കുമ്പോ, ഞാൻ ഇന്ന് എംടി ബോട്ടിലാ കൊണ്ടുവന്നത്, അവനാ പറഞ്ഞ ഇന്ന് എല്ലാവരും എംടി ബോട്ടിലാ കൊണ്ടുവരണ്ടെന്ന്, അതുകൊണ്ടാ ഞാനും കൊണ്ടുവന്നെന്ന് പറഞ്ഞിട്ട് ഒരു പയ്യനെ ചൂണ്ടിക്കാട്ടിട്ട് പറയുന്നുണ്ട്. ആ കുരിപ്പാണെങ്കിൽ, ഞാൻ പറഞ്ഞത് എന്തിനാ നീ വിശ്വസിക്കുന്നേ, നിനക്കെന്താ ബോധമില്ലേ എന്ന് പറഞ്ഞിട്ട് കളിയാക്കാനായിട്ട് തുടങ്ങി. ഇത് കേട്ടതും ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ആ കുട്ടിയെ നോക്കി ചിരിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. പാവം ആ പെൺകുട്ടി, നീ ഒരു നുണയനാണെന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞിരുന്ന് കരയാനായിട്ട് തുടങ്ങുവാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയിനും ആ കുട്ടി ചെറുക്കന്റെ അടുത്ത് വന്നിട്ട്, ഇതെല്ലാം നിന്റെ ഫ്രണ്ട്സ് അല്ലേ, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, ഇതൊക്കെ വളരെ തെറ്റാണ്, മര്യാദയ്ക്ക് അവളോട് സോറി പറയാൻ പറയുമ്പോ, ഞാൻ എന്തിനാ അവളോട് സോറി പറയുന്നത്, ഞാൻ പറയുന്നത് എന്തിനാ അവള് വിശ്വസിക്കുന്നേ, അത് അവളുടെ തെറ്റല്ലേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ചെറിയ വായില് വലിയ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇപ്പോ ഇത് കേട്ടതും ഹീറോയിന് ടെൻഷൻ ആകാനായിട്ട് തുടങ്ങി. സോറി പറയുന്നുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ടെൻഷൻ ആയിട്ട് ഒച്ചയെടുത്തതും ആ പയ്യൻ പേടിച്ച് കാറിക്കൂവി കരാനായിട്ട് തുടങ്ങി. ഇപ്പോ കട്ട് ചെയ്താൽ നമ്മുടെ ഹീറോയിനും അവളുടെ തിങ്സ് എല്ലാം എടുത്ത് തൂക്കി പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. കുറച്ചു മുമ്പ് ഒരു പയ്യനെ ചീത്ത പറഞ്ഞില്ലേ, ആ പയ്യന്റെ അച്ഛൻ ഒരു കൗൺസിലർ ആണ്, അവന്റെ അമ്മ എന്തോ PT ചെയർമാനോ മറ്റോ ആണ്. അവരുടെ മകനെ ഇങ്ങനെ ഒച്ചയെടുത്ത് കരയിപ്പിച്ച് അവര് വെറുതെ ഇരിക്കോ? ഇവളും ഇവിടെ ടെമ്പററി ആയിട്ടാണല്ലോ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ഒന്നും നോക്കിയില്ല, അപ്പൊ തന്നെ ജോലി എടുത്ത് കളഞ്ഞിട്ട് പറഞ്ഞു വിട്ടു. ഇപ്പോ ശോകത്തില് അടുത്ത ജോലി നോക്കണമല്ലോ ഈശ്വര എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് വരുമ്പോ, അപ്പൊ ഹൗസ് ഓണർ മുത്തശ്ശൻ ഒരു ലെറ്റർ നീട്ടുന്നുണ്ട്. ഇനി ഇതെന്താണാവോ എന്ന് ചിന്തിച്ചിട്ട്, ഇതെന്താ മുത്തശ്ശൻ എന്ന് ചോദിക്കുമ്പോ, ഞാൻ പറഞ്ഞില്ലേ എന്റെ വീട് ഞാൻ വിൽക്കാൻ പോകുവാണെന്ന്, നീ മറന്നുപോയോ മോളെ എന്ന് ചോദിക്കും. തീർന്ന് വരുമ്പോഴെല്ലാം ഒന്നിച്ചേ വരൂ എന്ന് പറഞ്ഞിട്ട്, ശരി കുറച്ചു നേരത്തിനുള്ളിൽ കാലിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. ഇപ്പോ കട്ട് ചെയ്താൽ കുത്തിയിരുന്ന് ഏത് സ്കൂളിലാണ് വേക്കൻസി ഉള്ളതെന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്ത് വിളിച്ചുകൊണ്ടേയിരിക്കുവാണ്. പക്ഷെ അവള് ചോദിക്കുന്നവരോടൊത്തും വേക്കൻസി ഇല്ല, പിന്നെ വിളിക്കെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്ത് വിടും. പാപി ചെല്ലുന്നിടം പാതാളം എന്ന് കേട്ടിട്ടുണ്ട്, അത് ഞാൻ എന്ത് പാപോ ചെയ്തേ ദൈവമേ എന്ന് പറഞ്ഞിട്ട് അവൾ ആകെ സെഡ് ആയിട്ട് ഇരിക്കുമ്പോ അടുത്തിരുന്ന് ഒരു ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. ഇവളും എടുക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചിട്ട് ഇപ്പൊ അറ്റൻഡ് ചെയ്താൽ അപ്പുറത്തുള്ളവൻ അലറാനായിട്ട് തുടങ്ങി. ഇപ്പോ നീ ടൈം എത്രയായെന്ന് നോക്ക്, നീ ഇതെവിടെയാ ഉള്ളത്, മര്യാദക്ക് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇവളും തിരിച്ച് സംസാരിക്കാനൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ സംസാരിക്കാനും വിടുന്നില്ല. അതിനുള്ളിൽ കോള് കട്ട് ചെയ്തിട്ട് പോകും. ഇപ്പോ വേറെ വഴിയേ ഇല്ല, ശരിയെന്ന് പറഞ്ഞിട്ട് ആ ഫോൺ എടുത്ത് അവര് പറഞ്ഞ സ്റ്റുഡിയോയിലേക്കാണ് വരുന്നത്. അങ്ങനെ വരുന്ന വഴിയെ ഒരു പയ്യൻ പുറത്തേക്ക് വരുന്നത് കണ്ടതും, സാർ ഇവിടെ സ്റ്റുഡിയോ B എവിടെയാണെന്ന് ചോദിക്കും. ദേ അവിടെയാണുള്ളതെന്ന് പറഞ്ഞിട്ട് ആ പയ്യൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോ അവളുടെ കയ്യിലിരിക്കുന്ന ആ ഫോൺ അവൻ കാണുവാണ്. ഇത് കണ്ടതും, സോറി പെർമിഷൻ ഇല്ലാതെ ആർക്കും അങ്ങനെ ഉള്ളിലേക്കൊന്നും പോവാൻ പറ്റില്ല, ഇത് കൊണ്ടുവന്ന് തന്നതിന് താങ്ക് യു എന്ന് പറഞ്ഞിട്ട് അവൻ അവളുടെ കയ്യിലിരിക്കുന്ന ഫോൺ വാങ്ങാനായിട്ട് നോക്കുവാണ്. ഇവൻ എന്തേ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ആ ഫോൺ അവന്റെ കയ്യിലേക്ക് കൊടുക്കുന്നേയില്ലേ ഇവള്. അങ്ങനെ ഈ ഫോണിന് വേണ്ടി രണ്ടും കൂടി പിടിവലിയായി. ഇപ്പോ ഹീറോയിനൊന്ന് ആഞ്ഞു വലിച്ചതും കാല് സ്ലിപ്പായി രണ്ടുപേരും കൂടി നിലത്ത് കിടക്കുന്നുണ്ട്. നോക്കിയാൽ ഫോൺ അവിടെ ഓരത്തായിട്ട് ഇങ്ങനെ നീങ്ങി കിടക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അവന്റെ മേലെയും. ഇപ്പോ അവിടെ നിന്ന് കട്ട് ചെയ്താൽ ആ പയ്യനെ ഫോട്ടോഷൂട്ട് എടുത്തോണ്ടിരിക്കുവാണ്. ഇവൻ വേറെ ആരും അല്ല, ഇവനാണ് ഈ കഥയുടെ ഹീറോ. ഇവന്റെ പേര് ഫുജി ഷിറോ എന്നാണ്, നമുക്ക് ഷിറോ എന്ന് വിളിക്കാം. ഷിറോ ഒരു വളർന്നു വരുന്ന റൂക്കി ആക്ടർ ആണ്. അവൻ ഈ ഏജൻസിയുടെ കീഴിലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ അവരവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഇവിടെ നമ്മുടെ ഹീറോയിനെയാണ് കാണിക്കുന്നത്. അവളും അവിടെയുള്ള മാനേജറിന്റെ അടുത്ത് ആ ഫോൺ കൊണ്ടുപോയി ഏൽപ്പിക്കുന്നുണ്ട്. അവരും അതൊക്കെ വാങ്ങി വെച്ചിട്ട് വളരെ താങ്ക് യു മോളെ എന്ന് പറഞ്ഞതും അടുത്തായിട്ട് ഫുഡൊക്കെ വരുന്നുണ്ട്. അത് കണ്ടതും ഇവൾക്ക് വിശക്കാനായിട്ട് തുടങ്ങി. അത് കഴിച്ചാൽ കൊള്ളാന്നുണ്ട്, അതുകൊണ്ട് വേറെ ഒന്നും നോക്കിയില്ല. ഉടനെ ഒരു ഫുഡ് വാങ്ങി കഴിച്ചിട്ട് അത് കൊണ്ടുവന്ന് ഡസ്റ്റ്ബിൽ ഇടാനായിട്ട് നോക്കുമ്പോ സെയിം ടൈം നമ്മുടെ ഷിരോയും കൊണ്ടുവന്നിടുന്നുണ്ട്. അതിലാണെങ്കിൽ ഇനിയും നിറയെ വെജിറ്റബിൾസ് ഒക്കെ ബാക്കിയുണ്ട്. നീയൊന്നും സ്കൂളിൽ മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ലടാ എന്ന് പറഞ്ഞിട്ട് പിറുപിറുക്കുമ്പോ ഇത് നമ്മുടെ ഷിരോയുടെ കാതിൽ കേൾക്കുന്നുണ്ട്. അവൻ തിരിഞ്ഞു നിന്നതും ഇവളെ കണ്ടിട്ട്, ഓ നിങ്ങളാണോ എന്ന് ചോദിച്ചിട്ട് അടുത്തേക്ക് വരും. എന്നിട്ട് എന്റെ ഫാൻസിനാർക്കും കുറച്ചു മുമ്പ് നടന്ന കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല കേട്ടോ എന്ന് പറയും. എന്ത് ഫാൻസോ, സോറി എന്തോ മിസ്
മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് നടന്നതാണ്, ക്ഷമിക്കണമെന്ന് അവളും പറയും. അത് കഴിഞ്ഞ് അത് പിന്നെ നിങ്ങൾ ഇങ്ങനെ ഇതേപോലെ ഫുഡൊന്നും വലിച്ചെറിയരുത്, ക്യാരറ്റ് എല്ലാം കഴിക്കുന്നേ, എന്നാലല്ലേ വിറ്റമിൻസ് ഒക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുവാണ്. ഇത് കേട്ടിട്ട് ശിരു ആണെങ്കിൽ ഇവളെന്താ ടീച്ചറെ പോലെ പറയുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ അവൾ അവിടെ നിന്ന് പോകുമ്പോ അവളാണെങ്കിൽ അവളുടെ റിസ്യൂമും അവിടെ മറന്നു വെച്ചിട്ടാണ് പോയത്. അത് മാനേജർ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് സാജിമ സാജിമ നിക്കെന്ന് പറഞ്ഞ് വിളിച്ചു കൂവിക്കൊണ്ട് പിന്നാലെ ഓടുന്നുണ്ട്. ഇത് കേട്ട് ഷിരോയും എന്ത് സാജിമയോ എന്ന പോലെ ഇങ്ങനെ ഡൗട്ടോടെ നോക്കി നിൽക്കുവാണ്. ഇപ്പോ കട്ട് ചെയ്താൽ നമ്മുടെ ഹീറോയിനെ അവരുടെ ഓഫീസിൽ പിടിച്ചിരുത്തിയിരിക്കുവാണ്. എന്താ പറഞ്ഞത്, ഞാൻ ഇവിടെ വർക്ക് ചെയ്യണമെന്നോ? ഒരിക്കലുമില്ല, ഇതൊരു എന്റർടൈൻമെന്റ് ഏജൻസി അല്ലേ, പക്ഷേ ഞാനൊരു ടീച്ചറാണ്, സത്യമായിട്ട് ഇതൊന്നും എനിക്ക് സെറ്റ് ആവില്ല എന്ന് അവൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ്. ഇത് നോക്കുമോളെ, നിന്നെ ഞാൻ ഇവിടെ ട്രെയിനിങ് മാനേജർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്, നിനക്ക് വേണമെങ്കിൽ വേറെ ജോബ് കിട്ടുന്നത് വരെ ഇവിടെ വർക്ക് ചെയ്യാം. ഇത് കേട്ടതും ഈ ഐഡിയ കൊള്ളാലോ എന്ന് അവൾ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് എന്നാ ശരി ഓക്കെ എന്ന് പറഞ്ഞ് അവള് സമ്മതിക്കുവാണ്. ഇത് കേട്ടതും മാനേജർ അപ്പോ സന്തോഷം, നീ നാളെ മുതല് ഷിരോയുടെ കൂടെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നതെന്ന് പറയും. ഇവൾക്ക് ഇപ്പോഴും അറിയില്ല ഷിരോ ആരാണെന്ന്. എന്നിട്ടും എല്ലാം അറിഞ്ഞ പോലെ തലയാട്ടിക്കൊണ്ട് ഓക്കെ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റുള്ളവർ ഇത് കേട്ടിട്ട് എന്ത് ഷിരോയോ എന്ന പോലെ വായും പൊളിച്ചു നോക്കുവാണ്. അപ്പോ അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു കണ്ണാടി വെച്ച ആള് വന്നിട്ട് ഓ ഷിരോന്റെ കൂടെയോ, വളരെ കഷ്ടമോളെ എന്ന് പറയും. ഇവൾക്കാണെങ്കിൽ ഒരു പിടിയും കിട്ടുന്നില്ല. ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ നോക്കുമ്പോ നീ TV ഒന്നും കാണാറില്ലേ എന്ന് ചോദിക്കും. അതിന് ഇപ്പോ ഫോൺ ഉണ്ടല്ലോ സാർ, അതിലാണ് എല്ലാം കാണുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അവളും. ഇത് കേട്ട് അയാള് പെട്ടെന്ന് കണ്ണാട ഊരി മാറ്റിയിട്ട് ഞാൻ ആരാണെന്ന് നിനക്ക് ഇതുവരെ മനസ്സിലായില്ല? ആ, നിങ്ങൾ ഇവിടെ വർക്ക് ചെയ്യുന്ന ക്ലർക്ക് അല്ലേ എന്ന് ചോദിക്കും. ആര് പറഞ്ഞു? ബെസ്റ്റ് ആക്ടർ അവാർഡ് 5 തവണ വാങ്ങിയ ആക്ടർ ഞാനാണ് അസഹീന എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബിൽഡപ്പ് ഒക്കെ ഇട്ട് ഇൻട്രോ കൊടുക്കുവാണ്. അപ്പോ നിങ്ങൾ എന്തിനാ ഇവിടെ ഇങ്ങനെ പണിയെടുക്കുന്നതെന്ന് അവള് തിരിച്ചു ചോദിക്കുമ്പോ ഓ അതൊക്കെ ഒരു വലിയ കാരണങ്ങളാണെന്ന് വേറൊരു ലേഡി പറയും. ഇത് കേട്ട് അയാളും ഒന്ന് താന്നിട്ട് അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവളുടെ ചെവിയിൽ വന്ന് സ്വകാര്യമായിട്ട് പറയും. ഇവളും ശരി ശരി അതൊക്കെ പറഞ്ഞിട്ട് തലയാട്ടുന്നുണ്ട്. അപ്പോ ആ ലേഡി വന്ന് നമ്മുടെ ഹീറോയിന്റെ കയ്യിൽ ഒരു ബുക്ക് കൊടുത്തിട്ട് ഇനി മുതൽ പിക്കപ്പ് ചെയ്യുന്നത് മുതൽ എല്ലാ ജോലിയും നീ വേണം ഷിരോയുടെ കൂടെ ചെയ്യാനെന്ന് പറയും. അവളും ഓക്കെ പറയുന്നുണ്ട്. ഇപ്പോ കട്ട് ചെയ്താൽ നമ്മുടെ ഹീറോയിൻ കാറും എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഷിരോയ്ക്ക് കോള് ചെയ്താൽ അവനാണെങ്കിൽ അറ്റൻഡ് ചെയ്യുന്നില്ല. ശരി നോക്കാമെന്ന് പറഞ്ഞ് അവന്റെ റൂമിലേക്ക് വന്ന് കോളിംഗ് ബെൽ അടിച്ചതും ഉള്ളിൽ നിന്ന് ഒരു പെണ്ണ് വരുന്നുണ്ട്. ആരാ നീ? ഓ നീ അവനെ മയക്കാൻ വന്നവളാണോ എന്ന് ചോദിച്ചതും ഇല്ലില്ല, ഞാൻ ഇവിടെ മാനേജറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്, ഇന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എന്ന് സന്തോഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പിന്നിൽ നിന്ന് ഷിരോ പാതി ഡ്രസ്സോട് കൂടി അവിടേക്ക് വരുന്നുണ്ട്. ഇങ്ങനെ കണ്ടതും അവള് നേരെ അവന്റെ മുഖത്തേക്ക് നോക്കുന്നില്ല. പെട്ടെന്ന് കണ്ണു മൂടിയിട്ട് ശരി ഞാൻ ഇവിടേക്ക് വരണമെന്ന് കരുതിയതല്ല, എന്നാലും നിങ്ങൾ വേഗം റെഡി ആവും, ഷൂട്ടിന് പോകണമെന്ന് പറഞ്ഞിട്ട് വിളിക്കും. അപ്പോ ഹീറോയും നീ ആ സ്കൂൾ ടീച്ചർ അല്ലേ എന്ന് ചോദിക്കുമ്പോ ഇപ്പോഴാണ് അവള് തലപോക്കി നോക്കുന്നത്. ഇപ്പോഴാണ് അവൾക്ക് മനസ്സിലാകുന്നത് അത് നീ അല്ലേടാ എന്ന രീതിയിൽ അവളിങ്ങനെ നോക്കി നിൽക്കുവാണ്. ഇപ്പോ കട്ട് ചെയ്താൽ രണ്ടുപേരും ഒന്നിച്ച് ഒരു ചെറിയ ഷൂട്ടിങ്ങിന് വന്നിരിക്കുവാണ്. അതെന്തോ ഒരു ടേസ്റ്റ് നോക്കുന്ന ഷോ പോലെ ഉണ്ട്. ഇവനും കഴിച്ചൊക്കെ നോക്കിയിട്ട് വാവ് സൂപ്പർ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് തള്ളി മറിച്ചോണ്ടിരിക്കുവാണ്. അങ്ങനെ കമന്റ് ഒക്കെ കൊടുത്തിട്ട് എഴുന്നേറ്റ് വരുമ്പോ ഇത് കേട്ടിട്ട് ഇവളും സത്യമായിട്ട് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും. ഇല്ലില്ല എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ലെന്ന് അവൻ പറയുമ്പോ പിന്നെ എന്തിനാ നിങ്ങൾ കള്ളം പറഞ്ഞതെന്ന് അവള് ചോദിക്കും. ഇത് കേട്ട് അവനൊന്ന് ചിരിച്ചിട്ട് അതെന്റെ ജോലിയാണ് മോളെ എന്ന് പറഞ്ഞിട്ട് പോകുവാണ്. ടീച്ചർ ആയതുകൊണ്ട് നമ്മുടെ ഹീറോയിന് കള്ളം പറയുന്നത് തീരെ ഇഷ്ടമല്ല എന്നാ തോന്നുന്നത്. ഇപ്പോ അത് കഴിഞ്ഞ് വേറൊരു ഷൂട്ടിങ് തുടങ്ങുന്നുണ്ട്. ഇവളടുത്തേക്ക് വരുമ്പോ ഇവനാണെങ്കിൽ ഒരു ആവശ്യമില്ലാതെ ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ്. അല്ല നിങ്ങൾ എന്തിനെങ്ങനെ ചിരിക്കുന്നതെന്ന് ചോദിച്ചതും അതോ അടുത്ത ഷോട്ട് എല്ലാവരെയും ചിരിപ്പിച്ചുകൊണ്ട് എടുക്കാൻ പോകുന്നേ, അതുകൊണ്ട് ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യുന്നതാ, ആരംഭിച്ചതും ചിരിച്ചോളം കേട്ടു എന്ന് പറഞ്ഞിട്ട് അവൻ അവിടേക്ക് പോയിരിക്കുവാണ്. ഇപ്പോ ഇവളും ശരിയെന്ന് പറഞ്ഞിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ്. ഇപ്പോ കൗണ്ട് ഡൗൺ ഇട്ട് ആക്ഷൻ പറഞ്ഞതും നമ്മുടെ ഹീറോയിന് മാത്രം വയറ് താങ്ങി പിടിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുവാണ്. ഇത് കണ്ട് എല്ലാവരും സൈലന്റ് ആയിട്ട് അവളെ തന്നെ ഒരു മാതിരി നോക്കുന്നുണ്ട്. എന്തേത് സെറ്റില് സൈലന്റ് ആയിട്ട് ഇരിക്കണം എന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ നമ്മുടെ ഹീറോയിനെ പിടിച്ച് ചീത്ത പറയാനായിട്ട് തുടങ്ങും. ഇതെല്ലാം വില്ലത്തനത്തോടെ ചെയ്ത് കൂട്ടിയിട്ട് ഷിരു അവിടെ ചിരിച്ചുകൊണ്ട് നോക്കിയിരിക്കുന്നുണ്ട്. ഇവളും ഒന്നും മനസ്സിലാവാതെ സോറി സോറി എന്ന് പറഞ്ഞിട്ട് ഇപ്പോ ഹീറോയിനെ നോക്കിയത് അവൾക്ക് നല്ല ടെൻഷൻ ആകുന്നുണ്ട്. അവൻ എന്നോട് കള്ളം പറഞ്ഞല്ലേ എന്ന് പറഞ്ഞിട്ട് കണ്ണുരുട്ടി പേടിച്ചോണ്ട് നിൽക്കുവാണ്. ഇപ്പോ കട്ട് ചെയ്താൽ അവളുടെ ഫ്രണ്ടിന്റെ കൂടെ ഒരു ബാറിൽ ഡ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. എന്നെ കൊണ്ട് അവനെ ഒരിക്കലും ക്ഷമിക്കാനായിട്ട് പറ്റില്ല. അവൻ എന്ത് ദ്രോഹിയാണെന്ന് അറിയോ, എന്റെ അടുത്ത് കള്ളം പറഞ്ഞിട്ട് എന്നെ എത്ര നാണം കെടുത്തിയെന്ന് അറിയോ എന്ന് പറഞ്ഞിട്ട് അവള് പെറുപുറത്തോണ്ടിരിക്കുവാണ്. ഇതെല്ലാം നോർമൽ അല്ലേടി, വിട്, ഒരു വലിയ സ്റ്റാറിന്റെ അടുത്ത് മാനേജറായിട്ട് ജോയിൻ ചെയ്തിരിക്കുവാണ്. അവനാണെങ്കിൽ നിന്നെ അസിസ്റ്റന്റിനേക്കാളും മോശമായിട്ടാ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാരമില്ല, ഇതെല്ലാം ശീലായിക്കോളും, വിടടി എന്ന് പറഞ്ഞ് ഫ്രണ്ടും പറയുന്നുണ്ട്. അതും പറഞ്ഞ് ജോബ് കിട്ടുന്ന വരെ ഉള്ളൂ,
കിട്ടിയതും ഇവിടെ നിന്ന് ഞാൻ ഓടി രക്ഷപ്പെടുമെന്ന് അവള് പറയുവാണ്. അവനൊരു കള്ളം പറഞ്ഞെന്ന് പറഞ്ഞ് നീ എന്തിനാ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നതെന്ന് ഫ്രണ്ട് ചോദിച്ചതും ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെന്ന് പറഞ്ഞിട്ട് അവളൊരു കഥ പറയാനായിട്ട് തുടങ്ങുവാണ്. അങ്ങനെ ഫ്ലാഷ് ബാക്ക് കാണിച്ചാൽ ഇവള് സ്കൂളിൽ പോകുമ്പോ ഇവള് മാത്രം ജിം ഡ്രസ്സിലാണ് വന്നിരിക്കുന്നത്. ബാക്കിയെല്ലാവരും നോർമൽ ഡ്രസ്സിലാണ് വന്നിരിക്കുന്നത്. നീ എന്തിനാണ് ഇന്ന് ജിം ഡ്രസ്സിൽ വന്നിരിക്കുന്നത് എന്ന് ഫ്രണ്ട്സുകൾ ചോദിച്ചതും സോയാണ് പറഞ്ഞത് ഇന്ന് എല്ലാവരും ജിം ഡ്രസ്സ് ആയിട്ടിട്ട് വരണ്ടേന്ന്, അതുകൊണ്ട് ഞാൻ ഇതിട്ടിട്ട് വന്നേന്ന് പറയും. ഇത് കേട്ട ആ സോയു പയ്യനും ഷീചാൻ എന്തിനാ നീ അതെല്ലാം വിശ്വസിക്കുന്നേ, ഞാൻ പറയുന്നതെല്ലാം നീ അതേപോലെ വിശ്വസിക്കുമെന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുവാണ്. ആ ചിരി അവളുടെ കാതില് മുഴങ്ങി മുഴങ്ങി കേൾക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഇതേപോലെ ചെറിയ വയസ്സില് ആ പയ്യൻ തുടരെ കളിയാക്കിക്കൊണ്ടിരുന്ന എന്നാ തോന്നുന്നേ. ഇപ്പോ തിരികെ ഇവൻ പറ്റിച്ചതും അവൾക്ക് ആകെ ടെൻഷനായി. ആ സമയത്ത് സ്കൂളിൽ നടന്ന പോലെ എന്റെ ജീവിതത്തിൽ ഇനി നാണം കെടാൻ എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞിട്ട് അവള് പുലമ്പിക്കൊണ്ടേ കിടക്കുവാണ്. ഇപ്പോ കട്ട് ചെയ്താൽ അടുത്ത ദിവസം പിന്നെയും അവനെ പിക്കപ്പ് ചെയ്യാനായിട്ട് വന്നിരിക്കുവാണ്. എപ്പോഴത്തെ പോലെ അവൻ ഗോൾ എടുക്കുന്നില്ല. ശരിയെന്ന് പറഞ്ഞ് മേലിലേക്ക് വന്ന ഉള്ളിൽ നിന്ന് ഒരു പെണ്ണിറങ്ങി ഓടുന്നുണ്ട്. ഇവനാണെങ്കിൽ പാതി ഡ്രസ്സോട് കൂടി അവളുടെ പിന്നാലെ ഓടി വരുന്നുണ്ട്. ഇവന് ഇത് തന്നെയാണ് പണിയെന്നാ തോന്നുന്നേ. ഇത് കണ്ട് ഇവളും മര്യാദയ്ക്ക് ഡ്രസ്സ് ഇട്ടിട്ട് പുറത്തേക്ക് വാ, ഇതെല്ലാം കാണാൻ എന്റെ തലയിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ദൈവം എന്ന് പറഞ്ഞിട്ട് പെറുപെറുത്തോണ്ട് അവളും പുറത്തേക്ക് വരുന്നുണ്ട്. ഇപ്പോ രണ്ടുപേരും കൂടി കാറിൽ ഒന്നിച്ച് വന്നുകൊണ്ടിരിക്കുവാണ്. അല്ല, നേരത്തെ ഒരു പെണ്ണ് ഇപ്പോ വേറൊരു പെണ്ണ് വരുന്നു. നിങ്ങൾ ശരിക്കും ആരെയാ ലവ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോ അതാണ് ഞാനും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരോടെ എനിക്ക് ഫീലിങ്സ് ഉള്ളത് അവരെയാണ് ഞാൻ ലവ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയും. അപ്പോ നിങ്ങൾ അവരെ വെച്ച് ട്രയൽ ചെയ്തോണ്ടിരിക്കുവാണോ എന്ന് ചോദിച്ചതും ആര് പറഞ്ഞു ഞാൻ അവരെ വെച്ച് ട്രയൽ ചെയ്തോണ്ടിരിക്കുവാണെന്ന്? എനിക്ക് ഇഷ്ടമുള്ളവരെ ഞാൻ സീരിയസ് ആയിട്ട് സെലക്ട് ചെയ്തോണ്ടിരിക്കുവല്ലോ എന്ന് അവൻ പറയുവാണ്. ശരി ശരി, എന്തോ ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന് എനിക്ക് അറിയാം. പക്ഷേ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരേ ഒരു പേഴ്സൺ മാത്രം ഞാൻ പറയുന്ന കള്ളവും ഞാൻ പറയുന്ന സത്യങ്ങളെല്ലാം വിശ്വസിക്കായിരുന്നു. ഇത് കേട്ടത് നമ്മുടെ ഹീറോയിൻ സാരമില്ല, അങ്ങനെ ഒരു പേഴ്സൺ എങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടല്ലോ എന്ന് പറയുമ്പോ അതും കള്ളമാണെന്ന് പറഞ്ഞതും അത്രേ ഉള്ളൂ. അവൾക്ക് ആകെ ടെൻഷൻ ആകുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ബോസ് ആയി പോയില്ലേ. അതുകൊണ്ട് മനസ്സിലെന്തോ അവനെ പച്ചയ്ക്ക് പറഞ്ഞിട്ട് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോ അവള് അടുത്തത് ഒരു ഷൂട്ടിംഗ് സ്പോട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതൊരു ചെറിയ മൂവി പോലെയുണ്ട്. അതിലൊരു ബ്രേക്കപ്പ് സീനാണ് ഉള്ളത്. അതില് ഹീറോ കുറെ ഡയലോഗ് ഒക്കെ പറഞ്ഞിട്ട് പിന്നെയും പ്രൊപ്പോസ് ചെയ്യണം. അതാണ് സീൻ വരുന്നത്. അപ്പോ ഹീറോ സീനില് ഈ 10 വർഷത്തിനുള്ളിൽ ഒരു നാള് പോലും നിന്നെ ഞാൻ ഓർക്കാതെ ഇരുന്നിട്ടില്ല. ഞാൻ എന്നെ കൺട്രോൾ ചെയ്യണം എന്നാ വിചാരിച്ചേ. പക്ഷെ എന്റെ മനസ്സ് ഞാൻ പറയുന്നത് കേൾക്കുന്നേ ഇല്ല. ഞാൻ എപ്പോഴും നിന്നെ ലവ് ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴും എന്ന് പറഞ്ഞതും ഇത് കാണുന്ന ഇവൾക്കാണെങ്കിൽ എന്തോ ഇവളോട് പ്രൊപ്പോസ് ചെയ്ത ഫീലിൽ അങ്ങനെ നോക്കി നിൽക്കുവാണ്. ഇവിടെ ഹീറോയും ഇമോഷണൽ ആയിട്ട് ഞാൻ നിന്നെ ലവ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞതും വായും പൊളിച്ചിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഇവള്. ഇപ്പോ പെട്ടെന്ന് കട്ട് പറഞ്ഞതും എല്ലാവരും നോർമൽ മോഡിലേക്ക് വന്ന് ഹീറോ ജോളിയായിട്ട് ആ ഹീറോയിനോട് സംസാരിക്കാനായിട്ട് തുടങ്ങി. പക്ഷെ ഹീറോയിൻ മാത്രം ആ ഫീലിംഗിൽ അങ്ങനെ സ്റ്റക്ക് ആയ പോലെ നിൽക്കുവാണ്. അതേ ടൈം മാനേജർ അടുത്ത് വന്നിട്ട് ഇതേപോലെ കള്ളത്തരത്തോടെയാണ് ഇവരെല്ലാം സന്തോഷമായിട്ട് ഇരിക്കുന്നത്. വന്ന് നിനക്കും അത് ശീലമായിക്കോളും എന്ന് പറഞ്ഞിട്ട് പോകുവാണ്. ഇപ്പോ നൈറ്റ് രണ്ടുപേരും വർക്കൊക്കെ കഴിഞ്ഞ് വെളിയിലേക്ക് വരുമ്പോ നിങ്ങൾ സത്യമായിട്ട് ഇന്ന് സൂപ്പർ ആയിട്ട് ആക്ട് ചെയ്തു എന്ന് പറയും. എന്തിനാ നീ ഇങ്ങനെ വലിയ കള്ളങ്ങളൊക്കെ പറയുന്നതെന്ന് അവൻ പറഞ്ഞിട്ട് പോയതും ഇല്ലില്ല, സത്യമായിട്ടും നിങ്ങളോട് കള്ളം പറഞ്ഞിട്ട് എനിക്ക് എന്ത് കിട്ടാനാ, നിങ്ങൾ നല്ല പോലെ ആക്ട് ചെയ്തത് അത് പറയണമെന്ന് തോന്നി, അതാ ഞാൻ പറഞ്ഞതെന്ന് പറയും. ഇപ്പോ പെട്ടെന്ന് അവിടേക്ക് ഒരുത്തൻ കയറി വരുന്നുണ്ട്. ഹേയ് ശിരോ, എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്റെ പെണ്ണിന്റെ മേലെ തന്നെ കൈ വെക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ ചുറ്റി ഇവിടെ ചുറ്റി ഇപ്പോ പിന്നെയും എന്റെ ആളുടെ അടുത്ത് തന്നെ നീ വന്നല്ലേ എന്ന് പറഞ്ഞിട്ട് അവനെ അടിക്കാനായിട്ട് വന്നതും നമ്മുടെ ഹീറോയിനാണെങ്കിൽ പെട്ടെന്ന് കയറി നടുക്ക് നിൽക്കും. തടുക്കാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുവാണ് അവള്. അവനാണെങ്കിൽ വേഗം നമ്മുടെ ഹീറോനെ പിടിച്ച് തള്ളിയതും സീച്ചാൻ എന്ന് പറഞ്ഞിട്ട് ഹീറോ അവളെ ഒരു വഴിയെ കൈ പിടിച്ച് രക്ഷപ്പെടുത്തുന്നുണ്ട്. ഇവളും ഷോക്കായിട്ട് അങ്ങനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അടുത്തുള്ളവരെല്ലാം ഒച്ചയെടുത്തതും ആ അടിക്കാൻ വന്നവൻ ഓടിക്കളയും. ഇപ്പോ പതിയെ നമ്മുടെ ഹീറോയിൻ എഴുന്നേറ്റ് സീച്ചാൻ എന്നല്ലേ നിങ്ങൾ വിളിച്ചത്, എങ്ങനെയത് നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിക്കുമ്പോ ഓ ഞാൻ അങ്ങനെയാണോ പറഞ്ഞതെന്ന് അവൻ പറഞ്ഞിട്ട് തിരിഞ്ഞു നിൽക്കുവാണ്. അതെ, ഇതേപോലെ തന്നെയാണ് നിങ്ങൾ പറഞ്ഞത്. ഇതേപോലെ സ്കൂളിൽ പഠിക്കുമ്പോ ഒരു പയ്യൻ എന്നെ ഇതേപോലെ വിളിക്കുമായിരുന്നു. അപ്പോ നിങ്ങളെന്ന് പറഞ്ഞ് അവള് ഡൗട്ടോടെ അവനെ തന്നെ നോക്കുമ്പോ ഫ്ലാഷ് ബാക്കില് ആ കുട്ടി പയ്യൻ ഇവളെ നോക്കി സീച്ചാൻ സീച്ചാൻ എന്ന് പറഞ്ഞ് ചിരിച്ചതൊക്കെ അവൾക്ക് ഓർമ്മ വരുന്നുണ്ട്. ഇവിടെ ഹീറോയും ഹീറോയിനെ നോക്കി അതേപോലെ ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഒരിക്കലുമില്ല എന്ന് പറഞ്ഞിട്ട് അവള് ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പൊ നമ്മുടെ ഹീറോ അവളുടെ അടുത്തേക്ക് വന്നിട്ട് അപ്പോ അവസാനം നിനക്ക് എന്നെ ഓർമ്മ വന്നു അല്ലേ? ഇത്ര വർഷമായിട്ട് ഞാൻ നിന്നെ എത്രത്തോളം മിസ് ചെയ്തെന്ന് അറിയോ സീച്ചാൻ? ഞാൻ പറയുന്നത് അതേപോലെ വിശ്വസിക്കുന്ന ഒരേ ഒരു പെണ്ണ് എന്നവൻ അടുത്ത് വന്നിട്ട് അവളെ ചെവിയിൽ പറയുവാണ്. ഇത് കേട്ടിട്ട് എന്ത് ഇവനോ എന്റെ ജീവിതത്തിൽ കാണാൻ പാടില്ലെന്ന് വിചാരിച്ച ഒരേ ഒരാള് ഇവനാണ്. അങ്ങനെ പറഞ്ഞിട്ട് അവള് ഷോക്കായിട്ട് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുവാണ്. ഇതോടെ ഈ പാർട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുവാണ്. അടുത്ത പാർട്ടുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.